ഇന്ന് നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരു ബാത്റൂം ചെയ്യുമ്പോൾ മിനിമം നമുക്ക് ബാത്റൂമിന് 6 അടി നീളോ 4 അടി വീതി മിനിമം ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈൽസ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ 4x2 ടൈൽസ് ആണ് ഇതിലേക്ക് എടുക്കാൻ നല്ലത്. അതെടുത്ത് നമ്മൾ അപ്പോക്സി ഇട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ബാത്റൂമിന്റെ ടൈൽസ് നമ്മൾ എപ്പോഴും ഫുൾ ഹൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിക്കണം. അതായത് ഫുൾ ആയിട്ട് തന്നെ ഒട്ടിക്കുക. സാധാരണ എല്ലാവരും 7 അടിക്കാണ് ഒട്ടിക്കുന്നത്, അതിനെ മാറ്റി ഫുൾ ആയിട്ട് തന്നെ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ലൈറ്റ് നമ്മൾ എപ്പോഴും ടോപ്പില് സർഫസ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് വെട്ടം കിട്ടും. മറ്റ് പഴയ രീതിയിലുള്ള ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷൻ മാത്രമായിരിക്കും എപ്പോഴും ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്. സെന്ററിൽ നമ്മൾ സർഫസ് ലൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും ഒരേപോലെ തന്നെ നമുക്ക് വെട്ടം കിട്ടും. അടുത്ത കാര്യം നമ്മുടെ ക്ലോസറ്റ് ആണ്. ക്ലോസറ്റ് എപ്പോഴും സിംഗിൾ പീസ് ക്ലോസറ്റ് നമ്മൾ ഉപയോഗിക്കുക. അത് ബ്രാൻഡഡ് തന്നെ ഉപയോഗിക്കുക. അതിന് ഇപ്പൊ 10,000 ബിലോയിലേക്ക് നമുക്ക് ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടാനുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ കൂടാതെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടാപ്പ്, ഷവർ, പിന്നെ ഹെൽത്ത് ക്ലോസറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എപ്പോഴും നമ്മൾ SS ഫിനിഷിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടവൽ റാഡ്, ഇതെല്ലാം നമ്മൾ SS ഫിനിഷിലുള്ള സാധനം ഉപയോഗിക്കുമ്പോൾ തന്നെ ബാത്റൂം നീറ്റ് ആവും. പിന്നെ എപ്പോഴും ബാത്റൂമിൽ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ. ഈ വെന്റിലേഷന്റെ സൈഡ് എപ്പോഴും ടൈൽസ് കൊണ്ട് പാക്ക് ചെയ്തിരിക്കണം. അപ്പൊ വെള്ളം ഇറങ്ങത്തില്ല. അതല്ലെങ്കിൽ ഗ്രാനൈറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു ബാത്റൂമിൽ എപ്പോഴും ഒരു വാഷ് ബേസിൻ ഉണ്ടായിരിക്കണം. അത് ചെറിയ വാഷ് ബേസിൻ മതി. അതും നമുക്ക് അതിന്റെ കൂടെ ഒരു മിററും ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ടൈൽസ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡ്യുവൽ ടോണിലുള്ള ടൈൽസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലാതെ പല കളറിലേക്ക് കൊണ്ടുവരാതെ ഡ്യുവൽ ടോൺ. ഇപ്പൊ ഇതിലാണെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ മാത്രമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് വരുന്നത്. ബാക്കിയെല്ലാം ഒറ്റ കളറിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോർ വരെ അതിനോട് മാച്ചിങ് വരുന്ന ഗ്രിപ്പായിട്ടുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാത്റൂമിന്റെ ഡോറ്, ഇതിപ്പോ PVC ഡോറാണ്. ഇത് ഫൈബർ ഡോർ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടും. എപ്പോഴും നല്ല നീറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വലിയ ബഡ്ജറ്റിലേക്ക് പോകാതെ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള രീതിയിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ എപ്പോഴും കൺസീൽഡ് ചെയ്യുന്ന പൈപ്പുകൾ CPVC പൈപ്പ് തന്നെ ഉപയോഗിക്കുക. നോർമൽ PVC പൈപ്പ് ഉപയോഗിക്കാതെ CPVC പൈപ്പുകൾ തന്നെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ബാത്റൂമിൽ ലീക്കേജ് ഉണ്ടാകത്തില്ല. പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്ത് തന്നെ ചെയ്യുക. ഓക്കെ, ഞാൻ അഖിൽ മോഹൻ, സോപാന ബിൽഡേഴ്സ്, പത്തനംതിട്ട.